ഒന്നിച്ചു നിന്നവർ ഒന്നിച്ചു മടങ്ങുന്നു. പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ. നോക്കാം പ്രധാന തലക്കെട്ടുകൾ ആദ്യം. ദുരിതം ബാക്കി വെച്ചവരെ ചേർത്ത് പിടിച്ച നാട്. സാന്ത്വനമേകി നേതാക്കളും നാട്ടുകാരും. പുനരധിവാസം എന്ന് പറയുമ്പോൾ എവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് എൻ്റെ മനസ്സിലാക്കലിൽ നിന്ന്, എൻ്റെ അറിവിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് ചർച്ചയ്ക്ക് വെച്ച് കേരള സർക്കാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിനെ അറിയിക്കുന്നിടത്താണ് എല്ലാവരും കൂടി യോജിച്ച് ഇതിനൊരു പരിഹാര നടപടിയിലേക്ക് പോകുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. പുനരധിവാസത്തിന് പദ്ധതികൾ ഒരുങ്ങുന്നു. പ്രതീക്ഷ കൈവിടാതെ 6ാം ദിനവും തെരച്ചിൽ. ഡ്രോൺ പരിശോധനയും തുടരുന്നു. സാധ്യത കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ഹിറ്റാച്ചി ഉപയോഗിച്ചും പരിശോധന. ദൌത്യത്തിൽ 6000-ലേറെ രക്ഷാപ്രവർത്തകർ. വോളണ്ടിയർമാർക്ക് പരിധി നിശ്ചയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അനുവദിക്കുക 1500 പേരെ. ഭക്ഷ്യവകുപ്പ് പരിശോധിച്ച ഭക്ഷണം മാത്രം കടത്തിവിടും. 1500 പേരിൽ കൂടുതൽ ഇപ്പോൾ അകത്തേക്ക് വിടേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആളുകൾ ധാരാളമായിട്ട് പുറത്തു നിൽക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ആളുകൾ വിടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അകത്തേക്കുള്ള ഭക്ഷണം പൂർണ്ണമായും ഹൈജീനിക്കായി ഗവൺമെന്റ് തലത്തിൽ തന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ നേരിട്ട് പരിശോധന നടത്തിയ ഭക്ഷണം അകത്തേക്ക് വിടാം. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കുന്നു. 35 പേർക്കായി കുഴിയെടുക്കുന്നത് പുത്തുമലയിലെ ഹാരിസൺ തോട്ടത്തിൽ. ചടങ്ങുകൾ സർവമത പ്രാർത്ഥനയോടെ. സംസ്കരിക്കുന്ന ഇടങ്ങളിലെ കാഴ്ചകൾ ഹൃദയഭേദകം. അർജുന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി. തെരച്ചിൽ തുടരണമെന്ന് കുടുംബം. പുഴയിൽ ശക്തമായ അടിയൊഴുക്കുന്ന ജില്ലാ ഭരണകൂടം. പരിശോധനയ്ക്ക് സർക്കാർ അനുമതി നൽകിയില്ല. ഈശ്വർ മാൽപേയും സംഘവും മടങ്ങി. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ. ബ്രിട്ടനെ തോൽപ്പിച്ചത് ഷൂട്ടൌട്ടിൽ. സെമി ബർത്തുറപ്പിച്ച് PR ശ്രീജേഷ്. വയനാട്ടിൽ ഉരുൾ വിഴുങ്ങിയവരെ യാത്രയാക്കുകയാണ് നാടൊന്നാകെ. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അലമുറയിടുന്നവരെയാണ് എങ്ങും കാണാനാകുന്നത്. തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പുത്തുമലയിൽ ഹാരിസൺ തോട്ടത്തിലാണ് ഇതിനായി കുഴികൾ എടുത്തിരിക്കുന്നത്. നമുക്ക് തിരിച്ചറിയാത്ത മൃതദേഹം മറവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും കൂടാതെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും ഇവിടുത്തെ MLA ടി സിദ്ദിഖ് അടക്കം ഞങ്ങളടക്കം ഇരുന്ന് ഇന്നലെ സർവകക്ഷി യോഗത്തിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായിട്ട് HMLയുമായി ബന്ധപ്പെട്ടപ്പോൾ അവരാവശ്യമായ ഭൂമി, ഈ ബോഡികൾ മറവ് ചെയ്യാൻ ആവശ്യമായ ഭൂമി വിട്ടുതരാമെന്ന് പറഞ്ഞു. ആ സമ്മതപത്രം കൊടുത്തു. കലക്ടറിന്റെ പ്രൊസീജിയറാക്കി ഗവൺമെന്റ് കൊടുത്ത് ഗവൺമെന്റ് GO ഇറക്കി. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ പണി നടക്കുന്നത്. ഇന്ന് ഏതാണ്ട് 30-ൽ കൂടുതൽ ബോഡികൾ സർവമത പ്രാർത്ഥനയോടുകൂടി പ്രത്യേകം സജ്ജമാക്കിയ ഈ ശ്മശാനത്ത്, ഈ ഭൂമിയിൽ അടക്കം ചെയ്യും. അതെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഒരു സംവിധാനം. മാത്രമല്ല ഇവിടെ പുത്തുമലയും അതോടൊപ്പം തന്നെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമുട്ടം മേഖലയൊക്കെ ഓർമ്മ പുതുക്കുന്ന ദിനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അത് പിന്നീട് കാര്യങ്ങൾ ഞങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് വളരെ ഗൗരവമായി പെടുത്തും. ഗവൺമെന്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ GO ഇറങ്ങേണ്ടതുണ്ട്. അത് ഇറക്കുന്ന അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കലക്ടർ GO ഇറക്കും. എന്നാൽ
കുത്തൊഴുക്കിൽ വേർപെട്ടു പോയ പ്രിയപ്പെട്ടവരെ ഇനിയും തിരികെ കിട്ടാത്തവർ, മൃതദേഹം പോലും തിരികെ ലഭിക്കാത്തവരൊക്കെ പുത്തുമലയിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഇവിടെ അന്ത്യവിശ്രമം ഒരുങ്ങുന്നവരിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരും ഉണ്ടാകുന്ന ഒരു വിശ്വാസത്തിൽ കൂടിയാണ്. ഏതായാലും പുത്തുമലയിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവർ അവിടെയുണ്ട്. പ്രിയപ്പെട്ടവർ അതിനകത്തുണ്ട് എന്നുള്ള ഉറപ്പല്ല, പക്ഷെ ആ വിശ്വാസമാണ് അവരെ അവിടെ നിൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കൊണ്ട് സംസ്കാര ചടങ്ങുകൾ വേഗത്തിൽ തുടങ്ങും, പുരോഗമിക്കും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത് ഇപ്പോൾ? അപർണ, തീർച്ചയായും ഏത് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര കർമ്മങ്ങൾ നടത്തുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായി ജീവിച്ചിരിക്കുന്നവർ കരുതുന്നത്. അത്തരത്തിലാണ് നമ്മൾ നേരത്തെ കണ്ട ആളുകളൊക്കെ നമ്മോട് സംസാരിച്ചത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തെരച്ചിൽ നടത്തിയെങ്കിലും ഈ ദുരന്തത്തിൽപ്പെട്ട നിരവധി ആളുകളെ ഇനിയും കാണാനുണ്ട്. തങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ മരിച്ച കാര്യങ്ങളൊക്കെ അവർ വേദനയോടെ പറയുമ്പോഴും ചിലരെ എന്നാൽ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നത് തങ്ങൾക്കൊരു ദുഃഖമായി അവശേഷിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത്തരമൊരു സമയത്താണ് ഇങ്ങനെ ഈ കുറച്ച് അജ്ഞാത മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ, അതായത് തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങൾ സംസ്കരിക്കുമ്പോൾ അതിൽ തങ്ങളുടെ ഉറ്റവരുണ്ട്, സഹോദരിയുണ്ട്, സഹോദരനുണ്ടെന്നൊക്കെ വിശ്വസിക്കുമ്പോൾ അവർക്കായി ഒരു കർമ്മം ചെയ്തു എന്നൊരു വിശ്വാസം തങ്ങൾക്കും, അല്ലെങ്കിൽ അങ്ങനൊരു ആശ്വാസം തങ്ങൾക്കും ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. ഒപ്പം എല്ലാ വർഷവും ഇവരുടെ ഓർമ്മ ദിനത്തിൽ ഇവിടെ എത്താം, അല്ലെങ്കിൽ എല്ലാ സമയങ്ങളിലുമൊക്കെ ഇവിടെ എത്തി തങ്ങളുടെ സഹോദരിയാണ്, സഹോദരനാണ് എന്ന് കരുതി ഈ കുഴിമാടത്തിലേക്ക് വരാം എന്നൊരു വലിയ ആശ്വാസവും അവർ പ്രകടിപ്പിക്കുന്നു. ഏതാണ്ട് ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഈ മേഖലയിലുണ്ട്. അവരൊക്കെ എത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ കൊണ്ടാണ്. എന്തായാലും സംസ്കാര ചടങ്ങുകൾക്കൊരു പ്രത്യേക സമയം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും എത്ര മൃതശരീരങ്ങൾ എത്തുമെന്നും നമുക്ക് ഇപ്പോഴും കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യം. അത് സംബന്ധിച്ച കൃത്യമായൊരു അറിയിപ്പ് അല്ലെങ്കിൽ എണ്ണം സംബന്ധിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇത്തരത്തിൽ കാത്തിരിപ്പ് നടത്തുന്ന ആളുകളുടെ ഒരു കാഴ്ച. നിലവിളക്കുകളുമൊക്കെ ആയാണ് ആളുകൾ വന്നിരിക്കുന്നത്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അവരുടെ ആരെങ്കിലും ഉറ്റവരുണ്ടോ, ഉടയവരുണ്ടോ? നിങ്ങളൊക്കെ എവിടുന്ന? പടിമാരിയമ്മ ക്ഷേത്രത്തിൽ നിന്ന് വരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് ചടങ്ങുകൾ നടത്താൻ വേണ്ടി ഞങ്ങളുടെ ചെയർപേഴ്സൺ ഉണ്ട്. ഇപ്പം ഒരു വലിയ ശ്രേഷ്ഠമായ ചടങ്ങായിട്ടാണ് കരുതുന്നത്. എല്ലാ മതത്തിന്റെയും വിശ്വാസം. അതെ അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ഒരുപാട് ആളുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് ഈ ഒരു നിമിഷത്തിൽ അവർക്ക് ഏറ്റവും ഉദാത്തമായ നിലയിലുള്ള ഒരു യാത്രയപ്പ് നൽകുക എന്നുള്ളതാണ്. അപ്പം അതിന് യാതൊരുവിധ പങ്കവും ഇല്ലാത്ത രീതിയിലുള്ള പൂജകളും കർമ്മങ്ങളും പ്രാർത്ഥനകളും നിർവഹിച്ചുകൊണ്ട് ഈ ചടങ്ങ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രാർത്ഥനകളും എല്ലാവരും ചേർന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും കൂടെ ഞങ്ങൾ എല്ലാത്തിനും പോയിരുന്നു, എല്ലാത്തിനും പങ്കെടുത്തതാണ്. ക്യാമ്പുകളിലും അറിയാവുന്ന ആളുകളൊക്കെ, അറിയാവുന്നവർ ബന്ധുക്കാരൊക്കെ ഉണ്ട്, കുറെ പേരുണ്ട്. ബോഡി കണ്ടെത്തിയവരൊക്കെ ഉണ്ട്, കുറെ പേരുണ്ടായിരുന്നു. ഇതാണ് അവർ നിലവിളക്കും പുഷ്പങ്ങളും വാഴയിലുമൊക്കെ എത്തിയിരിക്കുന്ന ആളുകളെ നമുക്ക് ഒരു വശത്ത് കാണാം. എന്നാൽ മറുവശത്ത് കാണാൻ കഴിയുന്നത് ഈ തലയിൽ കെട്ടുമൊക്കെയായി ഇസ്ലാം മതവിശ്വാസികളായ ആളുകളും. കഴിയാതെ ആരംഭിക്കുന്നതാണ് പറയുന്നത്. എല്ലാ മതത്തിലുമുള്ള ചടങ്ങുകൾ തീർച്ചയായും മനുഷ്യർക്കിടയിലുള്ള വിഭാഗീയത ഇല്ല എന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. നമ്മൾ മനുഷ്യർ പരസ്പരം വെറുതെ കലഹിക്കുന്നു, വെറുതെ വിദ്വേഷം പുലർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. വ്യത്യസ്ത വിശ്വാസങ്ങളും ആശയങ്ങളും വച്ചു പുലർത്തുന്നതോടുകൂടെ തന്നെ സ്നേഹിച്ചും സൗഹാർദ്ദത്തോടും ജീവിക്കാനുള്ള സന്ദേശമാണ് ദൈവം മനുഷ്യനോട് നൽകുന്നത്. എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്നതും അതാണ്. എല്ലാവരുടെയും ആളുകളാണ്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാം ഒന്നാണ്, മനുഷ്യരെല്ലാം ഒന്നാണ്.
അതാണ് എല്ലാവരും പറയുന്നത്. കാരണം മറുവശത്ത് ഈ നിലവിളക്കുമായി കാത്തിരിക്കുന്നവർ, മറുവശത്ത് ഈ മറ്റ് ഇസ്ലാം മതവിശ്വാസികളുമായി കാത്തിരിക്കുന്നവരെല്ലാം ഉറക്കെ പറയുന്ന ഒറ്റ കാര്യമാണ്, എല്ലാം ഒന്നാണ്. ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷനും ഉത്തരവും വന്നിട്ടില്ല. ഇപ്പം അവിടെ പഞ്ചായത്തിൽ എൻ്റെ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ബോഡിയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള അവസാന ഘട്ടത്തിലുള്ള ഉത്തരവിൻ്റെ റവന്യൂ മിനിസ്റ്റർ പത്രസമ്മേളനം നടത്തി 8 എന്ന് പറയുന്നുണ്ട്. എത്ര ബോഡിയാണ് ഇങ്ങനെ ഇത് മറവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ്. പഞ്ചായത്തിന് ഇതുവരെ എത്ര ബോഡിയാണ് ഇവിടെ മറവ് ചെയ്യേണ്ടത്, ഇന്നത്തെണ്ണാണ് മറവ് ചെയ്യേണ്ടതെന്നുള്ള ഉത്തരവ് ഇതുവരെ പഞ്ചായത്തിന് കിട്ടിയിട്ടില്ല. കൂടുതൽ കുഴികൾ രാവിലെ പറഞ്ഞ കണക്കിന് ഇന്നലെ സർവകക്ഷി യോഗത്തിലുണ്ടായ തീരുമാനം 27 മൃതശരീരങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. അത് മറവ് ചെയ്യാനുള്ള സർവകക്ഷി യോഗമാണ് ഇന്നലെ ചേർന്ന് മതനേതാക്കളൊക്കെ പാടെ ഉൾപ്പെട്ടിട്ട് അന്ന് ആ 27 മൃതശരീരങ്ങൾ മറവ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇന്ന് രാവിലെ വന്നതിന് ശേഷം പഞ്ചായത്ത് റവന്യൂ വന്ന അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം ആ 27 30 കുഴികൾ വരെ ഞങ്ങളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പഞ്ചായത്ത് അധികൃതർ മറവ് ചെയ്യാൻ വേണ്ടി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഉച്ച മുതൽ ഇത് ക്ലിയർ ആക്കി വെച്ചതാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ നടപടിക്രമങ്ങളും അതിനോട് ചെയ്യേണ്ട എല്ലാ ഭാഗങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ജില്ലാ ഭരണകൂടത്തിന്റെ ഇത് എടുക്കാനുള്ള ഉത്തരവിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് വെയിറ്റ് ചെയ്താണ്. അത് എപ്പോഴാണ് കിട്ടുന്നത് ആ സമയത്ത് ഇവിടെ ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ മൃതശരീരങ്ങൾ കൊടുന്ന് അത് സർവമത പ്രാർത്ഥനയ്ക്കുള്ള പന്തലടക്കം അതിനുള്ള ടേബിളടക്കം ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവിടുന്ന് എത്ര മൃതശരീരങ്ങളാണ് കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവ് പഞ്ചായത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടി പഞ്ചായത്ത് കാത്തു നിൽക്കുകയാണ്. കുറച്ച് മിച്ചം വന്നാൽ മഴയൊക്കെയാണ് വെള്ളം. അല്ല, കാലാവസ്ഥ മാറി വരുന്നുണ്ട്. ഇതുവരെ നല്ല കാലാവസ്ഥയിൽ മഴ പെയ്താൽ എടുത്തു വെച്ച കുഴികളും വെള്ളം നിറയുന്ന ഒരു ഭീഷണി അത് വേറെയും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലപാട് തന്നെയാണ്. പക്ഷെ നമ്മൾ പഞ്ചായത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പഞ്ചായത്ത് അതേപോലെ നിറവേറ്റിയിട്ടുണ്ട്. എത്രയാണോ അവിടുത്തെ എല്ലാ ഭൗതികശീലങ്ങളും വന്നാലും അത് ഇവിടെ സംസ്കരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെയാണ് പഞ്ചായത്ത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം കുഴികൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. പഞ്ചായത്തിനെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി പഞ്ചായത്ത് നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിതുവരെ അതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചുള്ള യാതൊരു വിവരവും പഞ്ചായത്ത് ഈ നിമിഷം വരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ക്രമീകരണങ്ങളൊക്കെ തയ്യാറായി. നമ്മൾ നേരത്തെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു പന്തൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇത്തരമൊരു പന്തൽ നിർമ്മിച്ചത്. ആളുകളൊക്കെ ഇപ്പോഴും ആ പന്തലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. ഇവിടെ വിശദമായി തന്നെ ഈ മേശകളടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ മൃതശരീരങ്ങൾ എത്തുമ്പോൾ അതിവിടെ പൊതുദർശനത്തിനായി ആദ്യം വെക്കും. ഒപ്പം സർവ്വമത പ്രാർത്ഥനയുമുണ്ട്. അതിൽ പങ്കെടുക്കാനുള്ള ആളുകളും ഈ മതപുരോഹിതരും ഒക്കെ ഇവിടെ ഇതിനകം തന്നെ എത്തിച്ചേർന്നു. അവരോടൊക്കെ നമ്മൾ നേരത്തെ സംസാരിക്കുകയും ചെയ്തു. ഇത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഒരു എത്ര മൃതദേഹങ്ങൾ എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അധികൃതർ കൃത്യമായി ഇക്കാര്യം പഞ്ചായത്തിനോട് പറഞ്ഞിട്ടില്ല. അക്കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു എന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്ന് മുമ്പ് പഞ്ചായത്ത് ഭാരവാഹികൾ പറയുകയും ചെയ്തു. എന്തായാലും 30-നടുത്ത് കുഴികൾ ഇതിനകം തയ്യാറാണ്. ബാക്കി ചടങ്ങുകൾക്കുള്ള എല്ലാ ക്രമീകരണവും തയ്യാറാണ്. ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിക്രമവും ഈ എത്ര എണ്ണം ഉണ്ടാവുമെന്നുള്ള അറിയിപ്പും മൃതശരീരങ്ങൾ ആംബുലൻസിൽ ഇവിടേക്ക് അയക്കുകയും മാത്രമാണ് വേണ്ടത്. അനീഷ്, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ പഞ്ചായത്ത് അധികൃതർ പറയുന്ന പോലെ മഴ പെയ്തു കഴിഞ്ഞാൽ കുഴികളിലടക്കം വെള്ളം നിറയാനുള്ള ഒരു സാധ്യത, പിന്നെ അവിടെ കൂടിയിരിക്കുന്ന 300-ലേറെ ആൾക്കാർ, ആ സ്ഥലത്തിന്റെ പ്രത്യേകത, കാലാവസ്ഥ മോശമാകുന്ന കാര്യമൊക്കെ. അപ്പോൾ ഒരുപാട് വൈകാതെ ആ ഒരു പ്രോസസ്സ് പൂർണ്ണമാക്കാനുള്ള ഇടപെടലുകൾ അത് മന്ത്രിതലത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അങ്ങനെ ഒരു പ്രഷർ കൂടി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പ്രതീക്ഷയാണ്. കാരണം ഈ ഇവിടെ എത്തിയേക്കുന്നവരിൽ പലരുമൊക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവരും ബന്ധു വീടുകളിലും മറ്റുമൊക്കെ അഭയം തേടിയിരിക്കുന്നവരുമൊക്കെയാണ്. അവരുടെ പലരും, ഉറ്റവരിൽ പലരും ഈ അപകടത്തിൽ, ഈ ദുരന്തത്തിൽ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട്. ഈ കാണാതാവുന്നവരുടെ മൃതദേഹങ്ങൾ കണ്ടുകിട്ടുമെന്ന പ്രതീക്ഷയും അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഇന്ന് എത്തിക്കുന്ന മൃതദേഹങ്ങൾ അവർ ഓരോരുത്തരും വിചാരിക്കുന്നത് തങ്ങളുടെ ബന്ധുവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ മകളുടെ പെങ്ങളുടെയൊക്കെ മൃതശരീരമാണ് എന്ന് വിചാരിച്ചാണ് അന്തിമോപചാരം
അന്ത്യോപചാരം അല്ലെങ്കിൽ അന്തിമ കർമ്മങ്ങൾ അർപ്പിക്കാനാണ് അവർ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചടങ്ങുകൾ വല്ലാതെ നീളുന്നത് അവർക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം മാനസികമായി തന്നെ തകർന്ന അവസ്ഥയിലുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നവരിൽ പലരും. അവരൊക്കെ കുറച്ചധികം നേരങ്ങളായി നിൽക്കുന്ന കാണാം. സ്ത്രീകളൊക്കെ അടക്കം ഇവിടെ വന്ന് ഇരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവരൊക്കെ അനിശ്ചിതമായി കാത്തിരിക്കേണ്ടി വരിക എന്നതും ഒരു ദുഃഖകരമായ വസ്തുതയാണ്. രാത്രിയായാൽ മഴയ്ക്കൊക്കെയുള്ള സാധ്യതകളാണ് ഇവിടെ പലപ്പോഴും ഉള്ളത്. നേരത്തെ കവളപ്പാറ ഉരുൾപൊട്ടലിൽ ഏറെ നാശം വിതച്ച ഒരു സ്ഥലം, അതിനോട് ഏതാണ്ട് അടുത്തുള്ള സ്ഥലം, ഹാരിസൺ മലയാളത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണിത്. സർക്കാരിന് ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നതിനായി അവർ അറിയിക്കുകയും അതിനുള്ള ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ സർക്കാർ തലത്തിൽ ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാവേണ്ടതുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഈ മൃതശരീരങ്ങൾ മറവ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ ചില നടപടിക്രമങ്ങളും ചില പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് സംസ്കരിക്കാൻ കഴിയൂ. കാരണം നാളെ അവകാശികൾ ആരെങ്കിലും വരികയോ മറ്റൊക്കെ ചെയ്താൽ അത് പിന്നെയും നിയമപരമായ പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഈ ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകളുണ്ട്, ബന്ധുവീടുകളിലേക്ക് പോയ ആളുകളുണ്ട്, ഉറ്റവരും ഉടയവരും പൂർണ്ണമായി മരിച്ചു പോയ കുടുംബങ്ങളുണ്ട്, പലരെയും അങ്ങത്തരത്തിൽ കാണാതായ ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങേറ്റം സങ്കീർണമായ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ DNA സാമ്പിളുകളടക്കം ശേഖരിച്ച് വെച്ച ശേഷമാണ് മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കാനുള്ള തീരുമാനമെടുത്തത്. അത് സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാടിലേക്ക് സർക്കാർ നീങ്ങിയത്. കാരണം അങ്ങേയറ്റം മോശമായ അവസ്ഥയിലാണ് പല മൃതശരീരങ്ങളുള്ളത്. ചിലത് മൃതശരീരമെന്ന് പൂർണ്ണതോതിൽ പറയാൻ കഴിയാത്ത ചില ശരീരഭാഗങ്ങൾ മാത്രം ലഭിച്ച ഇടങ്ങളുമുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേരുകയും സർവകക്ഷി യോഗമടക്കം ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഈ കാണാതായവരുടെ ബന്ധുക്കൾ അവർക്കും പൂർണ്ണ സമ്മതമാണ് ഇക്കാര്യത്തിൽ. കാരണം ഓരോ ദിവസങ്ങളിലായി തെരച്ചിൽ നടത്തുമ്പോഴും ഒരു അനുകൂലമായ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ എവിടെയാണ് തങ്ങളുടെ ബന്ധുക്കളെന്ന് അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ലഭിച്ച മൃതശരീരങ്ങൾ അജ്ഞാതരായി തിരിച്ചറിയാത്തവർ ഞാൻ തിരികെ എത്താം. അനീഷ്, പുത്തുമലയിൽ നിന്ന് നിൽക്കുമ്പോൾ മേപ്പാടി ആശുപത്രിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആഷിഖ് കൂടി ചേരുകയാണ്. അവിടെ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആഷിഖ്, എത്ര മൃതദേഹങ്ങൾ അല്ലെങ്കിൽ എത്ര മൃതദേഹ ഭാഗങ്ങളാണ് എത്തിക്കുക പുത്തുമലയിലേക്ക് എന്ന് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തമായ ചിത്രമുണ്ടോ? ഇതിൻ്റെ ഒരു ഓർഡർ കിട്ടിയ ശേഷം ആയിരിക്കും ഇത് തുടങ്ങുക എന്നറിയുന്നു. അവിടെ നിന്നുള്ള അപ്ഡേറ്റ് എന്താണ് ആഷിഖ്? തീർച്ചയായും അപർണ, ഇവിടെ സ്ഥലത്ത് കിട്ടുന്ന റിപ്പോർട്ട് എന്തെന്ന് വെച്ചാൽ 35 അധികം മൃതദേഹങ്ങളെ ഇന്നും പുത്തുമലയിൽ സംസ്കരിക്കാൻ കൊണ്ടുപോകുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോ തൽക്കാലത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പേപ്പർ വർക്കുകൾ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊഴികെ ആംബുലൻസുകൾ ഈ ഒരു മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് സർവ്വ സംവിധാനം ഇവിടെ ഏർപ്പാടായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കൂടി കാണാം. ഒരു നോൺ ഐഡന്റിഫൈഡ് മൃതദേഹങ്ങൾ ആയതുകൊണ്ടായതിനാൽ ഇവിടെ അവരുടെ കുറച്ച് ഇവിടുന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ കൂടി ഇവിടെ കൂടിയിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് ഇത് നമ്മളുടെ ആരോ ആണ്. കാരണം ഇതുവരെ ഈ മൃതദേഹങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതിനാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ആംബുലൻസ് കൂടി വന്ന് നിന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇവിടുന്ന് മൃതദേഹങ്ങളെ പുത്തുമലയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ കുറെ പേർ ഇങ്ങോട്ട് ഈ മേപ്പാടി ആശുപത്രിയിൽ വന്നു ചേരുന്നുണ്ട്. അവരെല്ലാവരും വിചാരിക്കുന്നത് ഇത് തന്റെ ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് അവർ കാണുന്നത്. അപർണ, ആഷിഖ്, അവിടെ ഇവരുടെ ബന്ധുക്കളുണ്ടോ? അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? ആൾക്കാരെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, മരിച്ചവരിൽ അവരുണ്ടോ എന്നറിയാൻ വേണ്ടി ആശുപത്രിയിലേക്കും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ കൂടുതൽ ആൾക്കാരെത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോൾ സ്ഥലത്ത് മേപ്പാടി ആശുപത്രിയുടെ അടുത്തായിട്ടാണ് ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഉള്ളത്. അതിനാൽ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന മൃതദേഹത്തെ തിരിച്ചറിയൽ പ്രക്രിയ ഇതിനോളം പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരിച്ചറിയാതെയാണ് നോൺ ഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ 35 ഒരു മൃതദേഹങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇപ്പൊ തൽക്കാലം ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഇവിടുന്ന് ഒരു 100 മീറ്റർ അകലെയാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. അവരെല്ലാരെയും പോലീസുകാർ തിരിച്ചയക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു കുറച്ച് പേപ്പർ വർക്ക് കൂടി ചെയ്യാനുണ്ട്. അത് ചെയ്തതിന് ശേഷം ഇനി ഒരു
ഒരു 15 അല്ലെങ്കിൽ അരമണിക്കൂറിനകം ഇവിടുന്ന് ഓരോരോ ആംബുലൻസിൽ മൃതദേഹങ്ങളെ കൊണ്ടുപോയി പുത്തുമലയിൽ സാമൂഹികമായി ഒരു അന്ത്യകർമ്മം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപർണ. ആഷിഖ് മുൽക്കി വിവരങ്ങൾ നൽകുന്നു. മേപ്പാടി ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് എത്തുന്ന സ്ഥലത്ത് കൂട്ടസംസ്കാര സ്ഥലമായ പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ ആ കൂട്ടത്തിലുണ്ടോ, എപ്പോഴായിരിക്കും വരിക എന്ന് പോലും വ്യക്തമല്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് തങ്ങളുടെ ഉറ്റവരും ഉടയവരും, നഷ്ടപ്പെട്ടു പോയ ഉറ്റവരും ഉടയവരും ഇതിനകത്തുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമായി നിൽക്കുന്നവർ അവിടെ. എസ് അനീഷ് കുമാർ വീണ്ടും. അനീഷ്, ഈ പറഞ്ഞ പോലെയുള്ള വെല്ലുവിളി അത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വൈകുന്നേരമാകുമ്പോഴേക്കും അനീഷ് പറഞ്ഞ പോലെ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആൾക്കാർ കൂടിയാണ്. ആ ഒരു ബുദ്ധിമുട്ട്, അത് ഇത്രയും ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു ബുദ്ധിമുട്ട് അവർ പ്രകടമാക്കാൻ യാതൊരു സാഹചര്യവുമില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കണം. 6:20 സമയം. തീർച്ചയായും അങ്ങനൊരു ഘട്ടത്തിലേക്ക് പോകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഔദ്യോഗികമായ ചില നടപടിക്രമങ്ങൾ ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ട്. കാരണം സങ്കീർണമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ചും ഒരാൾ മരിച്ച ശേഷം അയാളുടെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ, ഇതുമായി അജ്ഞാത മൃതദേഹം എന്ന രീതിയിൽ സംസ്കരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം നടപടിക്രമങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട ഒരു കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ട്. സർക്കാർ തലത്തിൽ ഇത്തരത്തിൽ ഈ തിരിച്ചറിയപ്പെടാത്ത മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിനുള്ളൊരു തീരുമാനം എടുത്തെങ്കിലും സർക്കാർ തലത്തിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, അതിൻ്റെ കടലാസ് കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നതൊരു വലിയ കടമ്പയാണ് എന്ന് ആണ് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് അത് പൂർത്തിയാക്കി DNA സാമ്പിളുകളൊക്കെ ശേഖരിച്ച് വെച്ച ശേഷം വേണം. പിന്നെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടതും ഇത് ഹാരിസൺ മലയാളത്തിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ചിലപ്പോൾ 1-2 മണിക്കൂർ ദിവസം അല്ലെങ്കിൽ അവസാന ചില മണിക്കൂറുകൾക്കുള്ളിൽ ഏറ്റെടുത്ത ഒരു സ്ഥലമാവും. അതും സർക്കാരിന് അവർ കൈമാറുന്നതും അത്തരം ബന്ധപ്പെട്ട ചില ഭൂമി സംബന്ധമായ ചില നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ഇത്തരം കടമ്പകളൊക്കെ കടന്ന് വേണം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പെട്ടെന്ന് എത്തുന്നതിനും ആ തീരുമാനം നടപ്പിലാവുന്നതിനും. എന്തായാലും അധിക സമയം ഇനി ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരില്ല എന്ന ഒരു കണക്കുകൂട്ടലാണ് ഇവിടെയുള്ള പഞ്ചായത്തിൻ്റെയും മറ്റും ആളുകൾക്കുള്ളത്. പഞ്ചായത്തിൽ ഇന്ന് രാവിലെയാണ് ഇക്കാര്യം വിളിച്ചറിയിച്ചത്. 30 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന കാര്യം വിളിച്ചറിയിച്ചത്. ഈ വിളിച്ചറിയിച്ച ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചു. നമുക്ക് ഈ പ്രദേശം നേരത്തെ ഈ താഴെ ഇതിന് ഈ സ്ഥലത്തിന് തൊട്ട് താഴെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ കിടന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ കവളപ്പാറ ഉരുൾപൊട്ടലിൽ നിരവധി വീടുകളൊക്കെ തകർന്നു 5 പേരെ ഇപ്പോഴും കാണാനില്ലാത്ത ഒരു ദുരന്തം അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ആ സ്ഥലമാണ് ഇപ്പോൾ ഈ തരത്തിൽ ഒരു പൊതു ശ്മശാനമാക്കി മാറ്റിയിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ. അതിൽ ഈ സന്നദ്ധ പ്രവർത്തകരായ ആളുകളുടെ പങ്ക് വളരെ വലുതാണ്. ആ കുഴികളെല്ലാം തീർത്തു കഴിഞ്ഞിരിക്കുന്നു. ആ കുഴിക്ക് മുകളിൽ ഒരു പന്തൽ അതും നിർമ്മിച്ചിരിക്കുന്നു. അവിടെ മൃതദേഹങ്ങൾ ആളുകൾക്ക് പൊതുദർശനം നടത്തുന്നതിനും സമൂഹ പ്രാർത്ഥന ചൊല്ലുന്നതിനുമൊക്കെയുള്ള ഒരു സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ 2 വശത്തുമായി തേയിലത്തോട്ടത്തിലും പുറത്തുമൊക്കെ ആളുകൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കുകയാണ്. അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അവർക്ക് ഈ ചടങ്ങിനോടുള്ള ഒരു വൈകാരികത. കാരണം തിരിച്ചറിയപ്പെടാത്ത ശരീരമാകുമ്പോൾ അത് തങ്ങളുടേതാണ് എന്ന ഒരു ഉത്തമ വിശ്വാസം അവരെ മുന്നോട്ട് നയിക്കുന്നു. അന്ത്യകർമ്മങ്ങൾ ചെയ്താണല്ലോ അവരെ ഈ ലോകത്തു നിന്നും യാത്രയാക്കിയത് എന്നൊരു ആശ്വാസം തങ്ങൾക്കുണ്ടാകും എന്ന് ഒരു കൂട്ടം ആളുകൾ നേരത്തെ നമ്മൾ സംസാരിച്ചവരൊക്കെ അത്തരത്തിൽ പറയുന്നു. അവരെ പിന്നീട് ഓർമ്മിക്കാൻ ഈയിടത്തേക്ക് വന്നാൽ മതിയല്ലോ എന്നും ഓർമ്മിക്കുന്നു. നമുക്ക് അറിയാം ഈ തെരച്ചിലുകളൊക്കെ ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം നടത്തിയ തെരച്ചിലിലും കാര്യമായി മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇന്ന് നടത്തിയ പരിശോധനയിൽ ഒറ്റ മൃതശരീരം പോലും ലഭിക്കുകയുമുണ്ടായില്ല. അതുകൊണ്ട് നിലവിലെ സംവിധാനങ്ങളൊക്കെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നിന്ന് മടങ്ങും. ആർമിയും പോലീസും ഫയർഫോഴ്സും മറ്റ് സേനാ വിഭാഗങ്ങളൊക്കെ ഓരോരുത്തരായി ഇവിടെ നിന്ന് മടങ്ങും. ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ നിരനിരയായി നടക്കുന്ന സന്നദ്ധ പ്രവർത്തകരും ഒക്കെ മടങ്ങും. പിന്നീട് ഈ ദുരിതബാധിതർ മാത്രം ഇവിടെ അവശേഷിക്കും. സ്വന്തം വീട് നഷ്ടപ്പെട്ടവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, ഉടയവരെ നഷ്ടപ്പെട്ടവരൊക്കെ അവശേഷിക്കും. അവർക്ക് പോയി കിടക്കാനൊരു ഇടമില്ല. അവർക്ക്
കയറി നിൽക്കാനൊരു സ്ഥലമില്ല. അതുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്രനാൾ അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങും എന്നതൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയില്ല. എത്രമാത്രം സഹായങ്ങൾ ഏതൊക്കെ കോണുകളിൽ നിന്ന് വന്നാലും അവരുടെ വീടിന് തുല്യമാവില്ല ഇതൊന്നും എന്ന് നമുക്ക് അറിയാം. സർക്കാർ തലത്തിലൊക്കെ സഹായങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വകാര്യ സംഘടനകളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുള്ള സഹായങ്ങളാവും ഒരുപക്ഷെ ചെയ്യുക. അതൊന്നും തങ്ങളുടെ പഴയ ജീവിതം പോലെ ആവില്ല എന്നിവർക്കൊക്കെ അറിയുകയും ചെയ്യും. മറ്റൊരാളുടെ സഹായം വാങ്ങി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവരൊക്കെ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ പോയപ്പോൾ പല വീടുകളും 2 നിലയും ഒക്കെയായി അല്ലെങ്കിൽ ഏറെ ചതുരശ്ര മീറ്ററുകൾ വിസ്തൃതിയൊക്കെ ഉള്ള വീടുകളാണ് ഉണ്ടായിരുന്നത്. അവരൊരു ആയുസ് മുഴുവൻ പണിയെടുത്ത പണം കൊണ്ട് സമ്പാദിച്ച് അവർ നേടിയ വീടാണ്. ഒപ്പം വീട്ടിനുള്ളിൽ വിലപിടിച്ച ഉപകരണങ്ങൾ, സ്വർണം പോലുള്ള സമ്പാദ്യങ്ങൾ, അങ്ങനെ പലതും അവർക്ക് നഷ്ടമായി. പക്ഷേ ഈ നഷ്ടങ്ങൾക്കൊന്നും ഒരു ജീവൻ നഷ്ടമാവുന്ന വിലയില്ല എന്ന് ഇവർക്കൊക്കെ കൃത്യമായും തിരിച്ചറിയാം. കാരണം ഇവർ അത്ഭുതകരമായി ഈ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ അവരുടെ ഉറ്റ ബന്ധുക്കളൊക്കെ പലരും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ട ഒരു വളരെ ദാരുണമായ സംഭവമുണ്ടായി. അതുകൊണ്ട് അവരുടെ നഷ്ടം ഒരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളപ്പോൾ അവസാന യാത്രയെ എങ്കിലും നൽകിയെന്നൊരു ആശ്വാസത്തിലേക്ക് തങ്ങൾക്ക് നീങ്ങാമല്ലോ എന്ന ഒരൊറ്റ ആശ്വാസം മാത്രമാണ് ഇവർ ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു ചടങ്ങിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇത് ഭാവിയിൽ അറിയപ്പെടുക ഈ ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള ഒരു സ്മാരകമെന്ന രീതിയിലാവും. ഓരോരോ ക്രമീകരണങ്ങളായി ഈ കല്ലറയിൽ വെക്കേണ്ട ഓരോരോ ക്രമീകരണങ്ങളായി വന്നിരിക്കുന്നു. ചെറിയ കോൺക്രീറ്റ് സ്ലാബുകൾ അത് ഈ തലപ്പത്ത് വെക്കുന്നതിനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഒക്കെ സന്നദ്ധ പ്രവർത്തകർ ഇവിടേക്ക് കൊണ്ടുവരുന്നത് കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. എന്ത് സേവനം ആവശ്യമുണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ അത് നടക്കുന്നു എന്നതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. വളരെ പെട്ടെന്ന് ആരോടും പറയേണ്ട ഇത് കൊണ്ടുവരാൻ. ഒരു വശത്ത് വൈറ്റ് ഗാർഡുകാരാണെങ്കിൽ, മറുവശത്ത് യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിൽ, ഒരു ഭാഗത്ത് DYFI ആണെങ്കിൽ, SKSSF ആണെങ്കിൽ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകൾ അണിയായി നിന്നിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആരോടും ഒന്നും ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ദുരന്ത ഭൂമിയിലും കണ്ടത്. എന്തായാലും ഒരിക്കൽ കൂടി മലയാളികൾ അവരുടെ ഒരുമ, ആപത്ത് വരുമ്പോൾ, സഹജീവിക്കൊരു പ്രശ്നം വരുമ്പോൾ കൂടെ ഉണ്ടാവും എന്നത് ഈ ദുരിതബാധിതർക്കും വലിയ കൈത്താങ്ങാണ്. കാരണം ഈ ഉരുൾപൊട്ടലുണ്ടായ നിമിഷം മുതൽ സർക്കാർ ഏജൻസികളും മറ്റ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സന്മനസ്സുകളായ ആളുകളും ഇവിടേക്ക് ഒഴുകി എത്തുകയുണ്ടായി. തീർച്ചയായിട്ടും അനീഷിലേക്ക് എത്താം. പുത്തുമലയിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ, കോൺക്രീറ്റ് സ്ലാബുകളും അവിടെ സജ്ജമാക്കുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പുറത്ത് കാണുന്നത് മേപ്പാടി ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിനകത്ത് കയറ്റി കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ്. അഴുകിത്തുടങ്ങിയ മൃതദേഹങ്ങളാകും സംസ്കരിക്കുക എന്ന് അല്പം മുൻപ് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി കെ രാജൻ പറയുകയും ചെയ്തിരുന്നു. ഈ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ പ്രിയപ്പെട്ടവർ ആ കൂട്ടത്തിലുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഏറെ പേർ, 300-ലേറെ പേർ ആ സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. മഴ പെയ്യാതിരിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ കൂടിയാണ് അവിടെ ഉള്ളവർ നിൽക്കുന്നത്. ആ സംസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ കൃത്യമായി നടക്കുന്നതിനായുള്ള ഒരു പ്രാർത്ഥനയിൽ കൂടിയാണ് എല്ലാവരും. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഒരു വശത്ത് ഒരുമിച്ച് നിന്നവർക്ക് ഒരുമിച്ച് അന്ത്യവിശ്രമം ചൊല്ലാൻ കൂട്ടസംസ്കാര ചടങ്ങുകൾക്കായി ഒരുങ്ങുന്ന സ്ഥലം കൂടിയാണ് പുത്തുമലയിൽ. അത്രയും കുഴികൾ അവിടെ എടുത്തിരിക്കുന്നു. ആരാണ് തങ്ങളുടെ ബന്ധു ഉറ്റവരും ഒക്കെ അതിനകത്തുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോടെ എത്തിയിരിക്കുന്ന ബന്ധുക്കളുടെയും ഒപ്പം തന്നെ അയൽപ്പക്കക്കാരുടെ, മിത്രങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ പുത്തുമലയിൽ നിന്ന് കാണുന്നുണ്ട്. ആരൊക്കെയാണ് കൊണ്ടുവരുന്നത്? തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ, ഒരുപക്ഷെ മൃതദേഹം എന്ന് പറയാൻ പോലും കഴിയാത്ത വിധം മൃതദേഹ ഭാഗങ്ങൾ ആണ് കൊണ്ടുവരുന്നത്. ആ രീതിയിലുള്ള സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഏറെ ഹൃദയം കീറി മുറിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ രീതിയിൽ തന്നെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് പലരും. തിരിച്ചറിയാൻ കഴിയാത്ത 67 മൃതദേഹങ്ങളിൽ 8 മൃതദേഹങ്ങളാണ് അല്പസമയത്തിനകം ഒരുമിച്ച് സംസ്കരിക്കുക. നേരത്തെ 67 മൃതദേഹങ്ങളും ഒരുമിച്ച് സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും അല്പം മുൻപ് കെ രാജൻ വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചത് അഴുകിത്തുടങ്ങിയ 8 മൃതദേഹങ്ങൾ ആണ് സംസ്കരിക്കുക എന്ന് അറിയിക്കുകയായിരുന്നു. മറ്റുള്ളവ ഒരുപക്ഷെ ഇനിയും തിരിച്ചറിയൽ പരിശോധനയ്ക്കായി
ബാക്കി വയ്ക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ മൃതദേഹങ്ങൾ ബാക്കിയുള്ള 8 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിലേക്കായി സർക്കാർ ഉത്തരവ് കൂടി ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അതിനായുള്ള കാത്തിരിപ്പ് കൂടിയാണ് പഞ്ചായത്ത് അടക്കം നടത്തുന്നത്. മേപ്പാടി ആശുപത്രിയിൽ നിന്ന് CV അനുമോദും നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, എപ്പോഴാണ് ഈ ഉത്തരവ് എത്തുക? ഈ മൃതദേഹങ്ങൾ 8 മൃതദേഹങ്ങൾ ആംബുലൻസിൽ ആക്കി എത്തിക്കുക എന്നുള്ളത്, അത് സർക്കാർ ഉത്തരവ് പൂർണ്ണമായി കഴിഞ്ഞാൽ ത്വരിതഗതിയിൽ നടക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതരടക്കം പ്രകടമാക്കിയത്. ആശുപത്രിയിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം എങ്ങനെയാണ്? ആ പ്രൊസീജിയർ തുടങ്ങിയിട്ടുണ്ടോ? സർക്കാരിന്റെ ഉത്തരവ് അല്പസമയം മുൻപ് ജില്ലാ കളക്ടർ തന്നെ വാർത്താ സമ്മേളനത്തിനിടെ ഒപ്പിട്ട് നൽകിയിരുന്നു. അതായത് അത് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമപരമായ കാര്യമാണ് പരിഹരിക്കാനുള്ളത് എന്നായിരുന്നു മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 34 മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാതെ ഉണ്ടെങ്കിലും അതിൽ ഒട്ടും മുന്നോട്ട് ഇനി കൊണ്ടുപോകാൻ കഴിയില്ല, സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് മാറിയ 8 മൃതദേഹങ്ങളാണ് ആദ്യ ഘട്ടത്തിൽ സംസ്കരിക്കുക. മറ്റുള്ളത് വരും ദിവസങ്ങളിൽ ആയിരിക്കും എന്ന തരത്തിലാണ്. അപ്പോഴേക്കും കൂടുതൽ തിരിച്ചറിയാനുള്ള സാധ്യതകളിൽ നിലനിർത്തിക്കൊണ്ടാണ് മന്ത്രി അത്തരത്തിലൊരു കാര്യം വ്യക്തമാക്കിയത്. എന്താണെങ്കിലും ഈ ഒരു സ്ഥലം ശ്മശാനമാക്കി ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനം, അതിന്റെ ഉത്തരവ് നിലവിൽ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഏറെ വൈകാതെ ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകും. 8 മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക. 7:30 ആകും ഈ ഒരു നടപടികൾ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ 64 സെന്റിൽ സർവ്വമത പ്രാർത്ഥനയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമുക്കറിയാം, ഈ ദുരന്തമുഖത്ത് നമ്മൾ കാണുന്നതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ. കാരണം ഒരു നാടൊന്നാകെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമാണോ അത് എന്ന് അറിയാതെ ആ സംസ്കരിക്കപ്പെടുന്ന 8 പേരും തങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്, തങ്ങളുടെ ആരെങ്കിലുമാണ് എന്ന ചിന്തയോടെ ഒന്നായി കണ്ണീർ തൂകി അവിടെ കാത്തു നിൽക്കുകയാണ്. ഇതിൽ 8 പേരും അവിടെയുള്ള എല്ലാവരുടേതുമാണ്. എന്നാൽ അത് ആരുടേതാണെന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ ഒരു ദുരന്തമുണ്ടാക്കിയ ഏറ്റവും വലിയ ദുർവിധി. അത്രമാത്രം സങ്കടകരമാണ്. സ്വന്തം ബന്ധുക്കളുടെ, പ്രിയപ്പെട്ടവരുടെ, അച്ഛന്റെ ആകട്ടെ അമ്മയുടെ ആകട്ടെ ആരുടെയാണെങ്കിലും അത് തിരിച്ചറിയപ്പെടാതെ സംസ്കരിക്കുക എന്നുള്ളത് ആരെ സംബന്ധിച്ചാണെങ്കിലും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് ഈ ഒരു ദുരന്തം അത്തരത്തിൽ പല കാഴ്ചകളും നമുക്ക് ശീലമാക്കി തരുന്നു. നമ്മളെ സംബന്ധിച്ച് അത് കാണുക എന്നുള്ളതും അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ഏറെ വേദനാജനകമാണ്. പക്ഷെ ആ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ സാഹചര്യം നോക്കുമ്പോൾ ഇതെല്ലാം ചെറുത് മാത്രമാണ്. എന്താണെങ്കിലും ഈ ഒരു സങ്കടക്കാഴ്ച നമുക്ക് തുടരേണ്ടതുണ്ട്. മേപ്പാടി ആശുപത്രിയിൽ നിന്നും അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങളുമായി ആംബുലൻസ് അവിടേക്ക് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭ്യമായിരിക്കുന്ന വിവരം. 7:30 പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ സർവ്വമത പ്രാർത്ഥനയോടെ എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഒരുമിച്ച് യാത്രാമൊഴി ചൊല്ലുന്ന ആ ഒരു സങ്കട കാഴ്ചയാണ് പുത്തുമലയിൽ നമ്മൾ കാണുന്നത്. അനുമോദ്, നേരത്തെ പറഞ്ഞ പോലെ 8 മൃതദേഹങ്ങൾ, ഈ 8 മൃതദേഹങ്ങൾ അഴുകി തുടങ്ങിയ മൃതദേഹങ്ങളായിരിക്കും ഇന്ന് സംസ്കരിക്കുക എന്ന് മന്ത്രി അല്പസമയം മുമ്പ് പറയുകയുണ്ടായി. ആദ്യം അനുസരിച്ച തീരുമാനമനുസരിച്ച് 67 മൃതദേഹങ്ങൾ ഒരുമിച്ച് എന്നുള്ളതാണ്. അപ്പോൾ ഇനി 59 മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങൾ ആശുപത്രിയിൽ തന്നെ കൂടുതൽ തിരിച്ചറിയൽ പരിശോധനയ്ക്ക് കൂടി ഒരിടം കൊടുക്കുകയാണ്. ഒരുപക്ഷെ അത് ഇനിയും തിരിച്ചറിയാൻ ഒരുപക്ഷെ ബന്ധുക്കൾക്ക് കഴിഞ്ഞേക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അതിൻ്റെ പിറകിലുണ്ടോ? അങ്ങനെ പറയാം. 34 മൃതദേഹങ്ങളാണ് ഇങ്ങനെ തിരിച്ചറിയപ്പെടാതെ അവിടെയുള്ളത്. പക്ഷെ അപർണ, യാഥാർത്ഥ്യത്തിൽ അതൊന്നും ആർക്കും തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയിലല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി അത് ആരുടേതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒട്ടേറെ കടമ്പകളുണ്ട്. DNA പരിശോധനയാണ് ഇതിന് ആധികാരികമായിട്ട് ഉള്ള ഒരു കാര്യം. അത് തന്നെ കണ്ണൂരിലാണ് DNA പരിശോധിക്കുക. അത് എത്ര സമയം
എടുക്കും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാനാകില്ല. അതിൽ തന്നെ മറ്റൊരു സങ്കടകരമായ കാര്യം, ഈ DNA പരിശോധന നടത്തണമെങ്കിൽ രക്തബന്ധുക്കൾ ആരെങ്കിലും അവശേഷിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആരും അവശേഷിക്കാതെ പോയ പലരും ഈ മണ്ണിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അപ്പോൾ ആരാണെന്നോ എവിടെയാണെന്നോ അറിയാതെ മാഞ്ഞു പോയതാണ് അവരെല്ലാം ഒരു രാത്രിയിൽ. അത്രമാത്രം ദുഃഖകരമായ കാഴ്ചകളാണ് നമുക്കിവിടെ നിന്നും കാണാനാകുന്നത്. ഇത് ആളെ തിരിച്ചറിയൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ദുഷ്കരമാകുമെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. നിലവിൽ 34 മൃതദേഹങ്ങളാണ് അത്തരത്തിൽ തിരിച്ചറിയപ്പെടാത്തതായിട്ട് ഇപ്പോൾ സർക്കാരിന്റെ കണക്കിലുള്ളത്. വരും ദിവസങ്ങളിൽ ഇന്ന് 8 പേരുടെ സംസ്കാരമാണ്. വരും ദിവസങ്ങളിൽ ഈ മൃതദേഹങ്ങളുടെ അവസ്ഥ മാറുന്നതനുസരിച്ച് കൂടുതൽ മൃതദേഹങ്ങൾ ഈ ഒരു മേഖലയിൽ സംസ്കരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതീവ ദുഃഖകരമാണ്. പക്ഷേ ഇത് ഈ ഒരു ദുരന്തം നൽകുന്ന ഏറ്റവും വലിയ വേദന കാഴ്ച കൂടിയാണ് ഈ ഒരു വിടചൊല്ലൽ. CV അനുമോദ് മേപ്പാടി ആശുപത്രിയിൽ നിന്ന് നൽകുന്ന വിവരം അനുസരിച്ച് 7:30യോടുകൂടി സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. അതിനായി 8 മൃതദേഹങ്ങൾ അവിടെ നിന്ന് എത്തിക്കും. ഇനി അവിടെ ഉള്ളത് 35ഓളം മൃതദേഹങ്ങൾ. പക്ഷേ അത് തന്നെ എങ്ങനെയാണ് തിരിച്ചറിയൽ പരിശോധന വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ ഒക്കെ എങ്ങനെ പൂർണ്ണമാക്കും, അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. അതുകൂടിയാണ് അനുമോദ് വ്യക്തമാക്കിയത്. ഞാൻ ഒരിക്കൽ കൂടി പുത്തുമലയിൽ MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, അതായത് 8 മൃതദേഹങ്ങൾ നേരത്തെ പറഞ്ഞതിന് വ്യത്യാസപ്പെട്ട് 8 മൃതദേഹങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ബാക്കിയുള്ള മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളും ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ അത് ഇതേ സ്ഥലത്ത് തന്നെ നടത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും പഞ്ചായത്തോ അധികൃതരോ എന്തെങ്കിലും പറയുന്നുണ്ടോ? പുത്തുമലയിൽ 7:30യോടുകൂടി മണിക്കൂറുകൾക്ക് മുന്നേ അവിടെ ആൾക്കാർ എത്തിച്ചേർന്നതാണ്. പലരും അത്യന്തം സമചിത്തതയോടുകൂടിയാണ് പലരും ന്യൂസ് 18നോടക്കം സംസാരിച്ചത്. എങ്ങനെയാണ് ഇനി അന്വേഷിക്കുക, എവിടെയാണ് ഉണ്ടാവുക എന്നറിയില്ല. പലയിടത്തും തിരഞ്ഞു, ശരീരഭാഗം പോലും കിട്ടിയില്ല. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷ നശിക്കുമ്പോൾ ഇനി അത് അവസാനം അത് ഇവിടെയാണ്, അല്ലെങ്കിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് എന്നുള്ളൊരു ആശ്വാസത്തോടു കൂടി തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ബന്ധുമിത്രാദികളെയാണ് കണ്ടത്. സമുചിതയോടുകൂടി ഇനി വർഷാവർഷം ഇവിടെ ഒരു സ്മാരകമുയരും. ഒന്നിച്ച് നിന്നവർ ഒരുമിച്ച് മടങ്ങുമ്പോൾ അവർക്കായി ഒരു സ്മാരകമുയരും. ആ സ്മാരകത്തിൽ എത്തും, വിവിധയിടങ്ങളിൽ നിന്ന് ഈ ബന്ധുജനങ്ങളെത്തും. അവിടെ അവർ പ്രാർത്ഥിക്കും. സർവ്വമത പ്രാർത്ഥനകളോടുകൂടി നടന്ന സംസ്കാര ചടങ്ങുകൾ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും ഒരു വിലങ്ങ് തടികളോ അല്ലെങ്കിൽ ഒരു പരിധിയോ ഇല്ലാതെ അവിടെ പ്രാർത്ഥിക്കും, ഓർമ്മ പങ്കിടും. അങ്ങനെ ആണ് പലരും പറഞ്ഞത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, 8 മൃതദേഹങ്ങൾ സംസ്കരിക്കും എന്നുള്ള വിവരം വരുമ്പോൾ ഇനിയും ആശുപത്രിയിൽ കൂടുതൽ മൃതദേഹങ്ങളുണ്ട്. അതും ഈ ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ ആയിട്ട് അതേ സ്ഥലത്ത് തന്നെ സംസ്കരിക്കാനുള്ള നീക്കമാണോ നടത്തുക? പഞ്ചായത്ത് അധികൃതരോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ ഇപ്പോൾ? അനീഷ് കേൾക്കുന്നുണ്ടോ? അനീഷ്, പുത്തുമലയിൽ നിന്ന് MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, ഞാൻ അനീഷിലേക്ക് വരാം. വീണ്ടും CV അനുമോദിലേക്ക് തന്നെ. അനുമോദ്, കൂടുതൽ വളരെ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 6:40 ആകുന്നു. അപ്പം ഒരുപക്ഷെ മഴ പെയ്യുകയാണെങ്കിൽ എല്ലാം സംസ്കാര ചടങ്ങുകൾ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരല്പം കൂടി വേഗത്തിൽ ആ കാര്യങ്ങൾ പുരോഗമിക്കാനുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും മേപ്പാടി ആശുപത്രിയിൽ നടക്കുന്നുണ്ടാവുക ഇപ്പോൾ, അല്ലേ? ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതിന്റെ സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ അല്പം കാലതാമസം വന്നതാണ്. അതിനപ്പുറം മറ്റ് നടപടിക്രമങ്ങളൊന്നും വൈകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇപ്പോൾ 7:30ക്കാണ് ഈ ഒരു സംസ്കാരത്തിന്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്
മുമ്പായിട്ട് തന്നെ ഈ മേപ്പാടിയിൽ നിന്നും മൃതദേഹങ്ങൾ പുത്തുമലയിലെത്തും. ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയം അവിടേക്ക് ഓടിയെത്തുന്നതിന് ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും പ്രാർത്ഥനകളും മറ്റ് ചടങ്ങുകളും ഒക്കെ അല്പം സമയമെടുക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 7:30 എന്നുള്ളത് വീണ്ടും വൈകാനും നീളാനും ഉള്ളൊരു സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യം നമുക്കറിയാം, ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. 34 പേരുടെ മൃതശരീരങ്ങൾ, അത് ആരുടേതാണെന്നറിയാതെ നമ്മളിൽ ഒപ്പമുണ്ടായിരുന്നവർ, അവരുടെ കുടുംബത്തിലുള്ളവർക്ക് പോലും അവരെ തിരിച്ചറിയാനും കഴിയാത്ത രീതിയിലാണ് ആ മൃതശരീരങ്ങളുള്ളത്. ഇനി അവയുടെ DNA പരിശോധന കഴിഞ്ഞ് അത് മനസ്സിലാക്കുമ്പോഴേക്കും ഏറെ സമയമെടുക്കും. അതുവരേക്കും ഈ ഒരു മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സൂക്ഷിച്ചു വെക്കുക പ്രായോഗികമല്ല. കാരണം എല്ലാം ഒരു സമയപരിധിക്കപ്പുറം നമുക്ക് കാത്തുവെക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 8 മൃതദേഹങ്ങൾ ആദ്യഘട്ടത്തിൽ ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ ഒരു 64 സെന്റിൽ ഉള്ള ശ്മശാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സെമിത്തേരിയിൽ അവിടേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ സംസ്കരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയുള്ള ബാക്കി മൃതദേഹങ്ങളും ഈ ഒരു സാഹചര്യത്തിനനുസരിച്ച്, അതായത് ഏത് സാഹചര്യത്തിലാണ് ഏത് മൃതദേഹമായിരിക്കും ആദ്യം കൊണ്ടുപോവുക എന്നൊന്നും നിശ്ചയിക്കാനാകില്ല. ഒട്ടും സൂക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ ഉള്ള മൃതദേഹങ്ങളാകും ആദ്യഘട്ടത്തിൽ ആദ്യം സംസ്കരിക്കാൻ കൊണ്ടുപോവുക. എന്താണെങ്കിലും ഈ ഒരു കാഴ്ച ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് കാണേണ്ടി വരും. കാരണം ഇനി ലഭിക്കുന്ന മൃതദേഹങ്ങൾ പലതും ഇതുപോലെയുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഇനി എത്ര പേരെ നമുക്ക് കണ്ടെടുക്കാനാകുമെന്നൊന്നും പറയാനാകില്ല. പക്ഷെ ഇനി ലഭിക്കുന്ന ഓരോ മൃതദേഹങ്ങളും ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അവരുടെ ശരീരത്തിലെ അടയാളങ്ങളൊന്നും ഇനി നമുക്ക് തിരിച്ചറിയാനാകില്ല. കാരണം നമ്മൾ ഇന്നും കാണുന്ന ആളുകളല്ല. അവരുടെ സ്വന്തം പിതാവിന്റെ ആവട്ടെ മാതാവിന്റെ ആകട്ടെ ആരുടേതാണെന്ന് പോലും നമുക്കൊരു പക്ഷേ അറിയാൻ കഴിയാത്ത വിധം ആ മരിച്ചുപോയ എല്ലാവരും ഒന്നാണിപ്പോൾ, ഒരുപോലെയാണിപ്പോൾ. അത് എല്ലാത്തിനും അതീതമായി അവരെല്ലാം വെറും മനുഷ്യരാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അവരെ വേർതിരിച്ച് നമ്മുടേതെന്നോ അവരുടേതെന്നോ ഒന്നും അങ്ങനെ കാണാൻ കഴിയില്ല. ഈ 34 മൃതദേഹങ്ങൾ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഘട്ടഘട്ടങ്ങളായിട്ട് ഇതുപോലെ തന്നെ ആ മണ്ണിൽ ലയിച്ചേക്കാം. നമുക്ക് ഈ ദുരന്തത്തിലെ ഏറ്റവും സങ്കടകരമായ ദുഃഖകരമായ കാഴ്ചയാണ് ഇത്. നേരത്തെ പറഞ്ഞതുപോലെ അത് അവിടെ സംസ്കരിക്കുന്നത് സ്വന്തം അച്ഛനെയാണോ അമ്മയെയാണോ സഹോദരനെയാണോ സഹോദരിയാണോ ഒന്നും അറിയുന്നില്ല. അവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആ 8 പേരും അവരുടേതെല്ലാമാണ്, എന്നാൽ അവരുടേത് ആരുമല്ല. അതാണ് ഈ ഒരു ദുരന്തം നൽകുന്ന അല്ലെങ്കിൽ ദുരന്തത്തിന്റെ ഏറ്റവും സങ്കടകരമായ യാഥാർത്ഥ്യം. ഇതിനെയും അതിജീവിച്ചേ തീരൂ. കാരണം നമുക്കിനിയും മുന്നോട്ട് പോകണം. ഈ സങ്കടക്കടൽ നീന്തിക്കടന്നാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ദുഃഖസാന്ദ്രമായ കാഴ്ചകൾ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും എന്നുകൂടി പറയേണ്ടതുണ്ട്. അപർണ. CV ഹനുമോദ് മേപ്പാടി ആശുപത്രിയിൽ നൽകുന്ന റിപ്പോർട്ടാണ്. അവിടെ നിന്ന് ആ മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് ആംബുലൻസിൽ കയറ്റി കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. അപ്പോഴും ഇനിയുള്ള മണിക്കൂറുകളുണ്ട്. അവിടെ ഇനിയും ബാക്കിയാകുന്ന മൃതദേഹങ്ങളുണ്ട്. അത് മൃതദേഹങ്ങൾ എന്നോ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളെന്നോ ഏത് തരത്തിലാണ് വിളിക്കാനാവുക എന്നറിയില്ല. അതിലും തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകും എന്ന് കരുതുന്ന ബന്ധുക്കളുണ്ട്. പക്ഷെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അത് ഏത് തരത്തിൽ ആ പരിശോധനയിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ട വലിയ വേദനയ്ക്കും അപ്പുറത്തേക്കാണ് എന്താണ് അവർക്ക് സംഭവിച്ചത്, ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ക്ലോഷർ ഉണ്ടാവാത്ത രീതിയിൽ ആ ബന്ധങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നത്രോളം നിസ്സഹായാവസ്ഥ മനുഷ്യ ജീവിതങ്ങൾക്ക് മറ്റൊന്നുണ്ടാകുന്നില്ല. അതിനുള്ള ഒരു ആശ്വാസം കൂടിയാണ്. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയും മുന്നോട്ടുള്ള ജീവിക്കുന്നവർക്ക് മുന്നോട്ടുള്ള ജീവിക്കാനുള്ള പ്രതീക്ഷ കൂടിയാണ് പുത്തുമലയിൽ നടക്കുന്നത്. മറുവശത്ത് കാണുന്നത് പുത്തുമലയിൽ കുഴികൾ എടുത്തിരിക്കുന്നു. ഇപ്പോൾ 8 മൃതദേഹങ്ങൾ അഴുകി തുടങ്ങിയ മൃതദേഹങ്ങളാണ് അയക്കുക എന്ന് മന്ത്രി പറയുകയുണ്ടായി. ആ മൃതദേഹങ്ങൾ എത്തിക്കുന്നു.
അതിനുശേഷം ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള ദിവസങ്ങൾ മറ്റ് മൃതദേഹങ്ങളും ഇവിടെ തന്നെയായിരിക്കും സംസ്കരിക്കുക എന്ന് ഉള്ള സൂചനകളും വരുന്നു. അനുമോദ് പറഞ്ഞതനുസരിച്ച് MS അനീഷ് കുമാർ പുത്തുമലയിൽ നിന്ന്. അനീഷ്, അങ്ങനെയാണോ കരുതേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് എല്ലാ മൃതദേഹങ്ങളും അവിടെ സംസ്കരിക്കുന്നതിന് പകരം ഇപ്പോൾ വളരെയധികം ഡീകേ ചെയ്തപ്പെട്ടുള്ള മൃതദേഹങ്ങൾ അവിടെ കൊണ്ടുവരിക, സംസ്കരിക്കുക, മറ്റു മൃതദേഹങ്ങളും, അതായത് ഈ സംസ്കാര ചടങ്ങുകൾ, ആ ഹൃദയഭേദകമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, അതിനിയും മണിക്കൂറുകളും ഒരുപക്ഷെ ദിവസങ്ങളും തുടർന്നേക്കും എന്നത് കൂടി അതിനകത്തുണ്ട്. അങ്ങനെ ഒരു സൂചന കൂടി അധികൃതരുടെ ഭാഗത്തുനിന്ന്, പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടോ? അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും അഴുകിയ നിലയിലുള്ള, അല്ലെങ്കിൽ ഇനിയും ഈ മൊബൈൽ ഫ്രീസറിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ള മൃതശരീരങ്ങളാണ്. പലപ്പോഴും പലതും മൃതശരീരങ്ങളെന്ന് പൂർണ്ണമായി പറയാൻ പോലും കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം ഒന്നെങ്കിൽ കയ്യോ കാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരാവയവമാവും ഈ തെരച്ചിലിൽ കണ്ടെത്തിയത്. അത്തരം കാര്യങ്ങൾ കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഇനിയുള്ള ദിവസങ്ങളിൽ വെക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത രീതിയിലുള്ള ഭൗതിക ശരീരങ്ങളാണ് ഇന്ന് ഈ സംസ്കാരത്തിനായി എത്തിക്കുന്ന 8 എണ്ണവും. ഇതിനുശേഷം കൃത്യമായ വിലയിരുത്തലൊക്കെ നടത്തി കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാവും വരും ദിനങ്ങളിലും ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഇവിടേക്ക് എത്തിക്കുക. കാരണം നിയമപരമായ ഒട്ടേറെ സങ്കീർണമായ നടപടിക്രമങ്ങൾ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. കാരണം പലപ്പോഴും പലരും ഈ ഒറ്റപ്പെട്ടു പോയ ആളുകളുണ്ട്. ഇപ്പോഴും കാണാമറയത്തുള്ള 200-ലധികം ആളുകളുണ്ട്. അതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പോലും അവശേഷിക്കാതെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട കുടുംബങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരൊക്കെ തിരക്കി വരും, നാളെ ആർക്കൊക്കെ ഉടമകളുണ്ടാവും എന്നൊന്നും ഇപ്പോഴും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ നടപടിക്രമങ്ങൾ എന്തായാലും പൂർത്തിയാകും, മുറയ്ക്കാവും മറ്റ് മൃതശരീരങ്ങൾ സംസ്കരിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ ഒരു വലിയ ആപത്തിൽ നിന്നും ആരും കരകയറിയിട്ടില്ല, അതിൻ്റെ ദുഃഖത്തിൽ നിന്നും കരകയറിയിട്ടില്ല. പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളടക്കമുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായി തന്നെ ആലോചിച്ചായിരിക്കും ഇത്തരം കാര്യങ്ങളിലൊരു തീരുമാനം എടുക്കുക എന്നതാണ് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കുഴികൾ തയ്യാറാക്കി ആളുകൾ ഒരു വശത്ത് കാത്തിരിക്കുന്നു, മറുവശത്ത് ഈ പൊതുദർശനത്തിന് അടക്കമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ആളുകളും തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ബാക്കിയായി നിൽക്കുന്നത്. ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഒപ്പം ഈ അപകടം പറ്റിയ സ്ഥലത്തിന് സമീപത്ത് താമസിക്കുന്ന ആളുകളുമൊക്കെ എത്തിയിട്ടുണ്ട്. കാരണം 1, 2, 3 കിലോമീറ്റർ വ്യത്യാസത്തിലായിരിക്കും തങ്ങളുടെ ബന്ധുക്കൾ താമസിക്കുക. ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പലരും ഇവിടെ വരാൻ പോകുന്ന ആളുകളുടെ ബന്ധുക്കളാണ് എന്ന് സ്വയം വിശ്വസിക്കുന്നവരാണ്. കാരണം ഉരുൾപൊട്ടൽ നടന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പലരുടെയും മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യം. ഇത് കണ്ടെത്താൻ സാധിക്കുമോ, ഇനി എന്ന് കണ്ടെത്തും എന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യം. കാരണം തെരച്ചിലും മറ്റുമൊക്കെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവസാനിപ്പിക്കും. ഇന്ന് നടന്ന തെരച്ചിലിലും ഒരു മൃതദേഹം പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഈ ദുരന്തഭൂമിയിൽ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞത് ആകെ ഒരു മൃതദേഹമാണ്. അതുകൊണ്ട് ഈ മൃതദേഹങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ അനിശ്ചിതമായി അനന്തമായി ഈ തെരച്ചിൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. കുടുംബങ്ങൾ പോലും ഇക്കാര്യത്തിൽ ഒരു പരാതി പറയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കുടുംബങ്ങൾ പലരും പറയുന്നത്, നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഈ രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ ദൗത്യ സംഘങ്ങളൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന പരമാവധി രീതിയിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനായി ശ്രമിച്ചു. ചെറിയ കാര്യമല്ല. കാരണം വലിയ പാറക്കല്ലുകൾ, വലിയ കൂറ്റൻ മരക്കഷണങ്ങൾ, ഒപ്പം ഒരാൾ പൊക്കത്തിൽ അല്ലെങ്കിൽ 2 ആൾ പൊക്കത്തിൽ 5 ആൾ പൊക്കത്തിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി, ഈ ഘടകങ്ങളൊക്കെ മറികടന്നാണ് ഇത്രയും ദിവസം തെരച്ചിൽ നടത്തുകയും ഇത്രയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് മൃതദേഹങ്ങൾ ലഭിക്കാത്തത് ഒരിക്കലും ഈ ഉത്തരത്തിൽ രക്ഷാപ്രവർത്തകരുടെ പിഴവല്ല എന്ന് എല്ലാവർക്കും അറിയാം. വലിയ ഭാരമേറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പകൽ അവർ പണിയെടുത്താണ് ഇത്രയും മൃതദേഹങ്ങളെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞത്. നമുക്ക് അറിയാം, ഇത് പലപ്പോഴും ഈ മൃതശരീരങ്ങൾ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതിനുള്ള സാധ്യതകൾ ഏറെ എന്ന് ആർമി അടക്കം പറയുന്ന ഒരു സാഹചര്യം. കാരണം ഒന്നിച്ചാണ് പലപ്പോഴും പലയിടത്തും
ഇടങ്ങളിലും ആളുകൾ ഒരു കെട്ടിടത്തിന് മുകളിലും മറ്റുമൊക്കെ കയറി നിൽക്കുമ്പോൾ ആ കെട്ടിടം പൂർണ്ണമായി താഴേക്ക് ഒലിച്ച് ആ പുഴയിലേക്ക് പോവുകയും ആ പുഴയിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് ചാലിയാറിൽ നിന്നും ആണ്. ഈ ചാലിയാറിലേക്ക് പോകുമ്പോൾ അത് വനപ്രദേശങ്ങളിലൊക്കെ തങ്ങി നിൽക്കുന്നതിനും അത്തരം ഇടങ്ങളിൽ കുടുങ്ങുന്നതിനുമൊക്കെ ഉള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് അനന്തമായ ഒരു കാത്തിരിപ്പ് എന്നതിനേക്കാൾ തങ്ങളുടെ ഉറ്റവരാണെന്ന് കരുതിയ ഒരു അന്തിമ കർമ്മങ്ങൾ അർപ്പിക്കുക എന്നതാണ് ഇനി അവശേഷിക്കുന്ന ബന്ധുക്കൾക്ക് ചെയ്യാനുള്ള ഏക കടമ എന്നവർ വിശ്വസിക്കുന്നു. ആ ഒരു ചെയ്താൽ ജീവിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ആശ്വാസമുണ്ടാവുമെന്ന് അവർ കരുതുന്നു. ഏത് വിശ്വാസത്തിലായാലും മൃതശരീരങ്ങൾക്ക് അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകൾക്കാണ് ഏറ്റവും അധികം ബഹുമാനം നൽകേണ്ടതെന്നാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും അർപ്പിച്ച് എല്ലാ ആദരവും ബഹുമാനവും പ്രകടമാക്കി അവരെ യാത്രയയക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും അതിലേക്കുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടാണ്, എല്ലാവർക്കും ഒറ്റ പ്രാർത്ഥന അല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ള പ്രാർത്ഥനകൾ ഇവിടെ ചൊല്ലുന്നു. നിലവിളക്കുമായി തയ്യാറെടുത്ത് നിൽക്കുന്ന പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന വനിതകളെയും മറുവശത്ത് ഈ അന്തിമോപചാര കർമ്മങ്ങൾ ചൊല്ലാനായി എത്തിയിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരെയും കാണാം. ഇവരെല്ലാം ഏകോദര സഹോദരങ്ങൾ എന്ന ആ വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. എന്തിനു വെറുതെ പരസ്പരം കലഹിക്കുന്നു, നമ്മളെല്ലാം ഒന്നാണ് എന്ന സന്ദേശമാണ് ഇവരെല്ലാം പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ കണ്ടതും അതുതന്നെയാണ്. നമ്മൾ ഒന്നാണ്. എത്ര ഭിന്നതകളുണ്ടായാലും ആ ഭിന്നതകൾക്കൊക്കെ അപ്പുറം, എത്ര വിയോജിപ്പുകളുണ്ടായാലും വിയോജിക്കൽക്കപ്പുറം യോജിക്കാൻ പറ്റുന്ന ഒരിടമാണ് മാനവ സ്നേഹം. ആ മനുഷ്യത്വത്തിന് മുന്നിൽ മറ്റൊരു വേലിക്കെട്ടുകളുമില്ല, മറ്റൊരു അതിർവരമ്പുകളില്ല എന്ന് തെളിയിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള ഇടങ്ങളിൽ നിന്നായി എത്തിയ ആളുകൾ ഇവിടെ കടത്തണ്ണയിൽ കിടന്നുറങ്ങിയും റോഡ് വക്കിൽ ഇരുന്ന് ഉറങ്ങിയുമൊക്കെ ഈ ദുരന്ത ഭൂമിയിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്താനായി എത്തി. പട്ടാളക്കാർ അവധിയിലുള്ളപ്പോൾ അവധിയിൽ നിന്ന് പോലും ഞാൻ ഡ്യൂട്ടി ചെയ്തോളാമെന്ന് എഴുതി നൽകി ജോലിയിലെത്തിയ പട്ടാളക്കാരെ വരെ നമ്മൾ ഈ രംഗത്ത്, ഈ ദുരിതാശ്വാസ രംഗത്ത് കാണുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ ആളുകളും ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ ഒഴുകിയെത്തുന്ന ഒരു സാഗരം പോലെയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ. പക്ഷേ ഇതൊന്നും നഷ്ടത്തിന് പരിഹാരമല്ല, മനുഷ്യജീവനുകൾക്ക് പരിഹാരമല്ല. സനീഷ് കുമാർ, ഇതൊന്നും നഷ്ടത്തിന് പകരമാകുന്നില്ല. അപ്പോഴും ഇനി സംസാരിക്കേണ്ടത് അതിജീവനത്തിനെ കുറിച്ചുള്ള വാക്കുകളാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് താങ്ങാകാനും തണലാകാനും അതേത് രീതിയിലായിരിക്കണം ആ അതിജീവനം എന്നതിനെക്കുറിച്ചുകൂടി മനുഷ്യൻ അങ്ങനെയാണ്, ആ മാറ്റത്തിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകാറുള്ളത്. അതിലേക്ക് കടക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പുത്തുമലയിൽ നിന്നുള്ള കൂട്ടസംസ്കാര ചടങ്ങിനായി തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളൊപ്പം മേപ്പാടി ആശുപത്രിയിൽ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന അതിനായി തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 7:30 സംസ്കാര ചടങ്ങുകൾ തുടങ്ങും എന്നാണ് അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. CV അനുമോദ് മേപ്പാടി ആശുപത്രിയിൽ നിന്നും, ഒപ്പം MS സനീഷ് കുമാർ പുത്തുമലയിൽ നിന്നും. വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ 6ാം ദിവസവും തെരച്ചിൽ തുടരുക തന്നെയാണ്. ചാലിയാറിലും ഇന്ന് തെരച്ചിൽ തുടർന്നു. ചാലിയാറിന്റെ വിവിധ മേഖലകളിൽ നിന്നായി കണ്ടെത്തിയത് 198 മൃതദേഹങ്ങളാണ്. തെരച്ചിലിന് കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത മേഖലയിൽ റഡാർ പരിശോധനയും നടത്തുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇന്ന് ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ മന്ത്രി സന്ദർശനം നടത്തി. അല്ല, അതെല്ലാം ഉണ്ട്. നമുക്കത് സംസാരിക്കണമെങ്കിൽ കളക്ടറുമായിട്ട് ഇരുന്ന് എത്ര പേര് പുനരധിവാസം എന്ന് പറയുമ്പോൾ എവിടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് എൻ്റെ മനസ്സിലാക്കലിൽ നിന്ന്, എൻ്റെ അറിവിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് ചർച്ചയ്ക്ക് വെച്ച് കേരള സർക്കാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിനെ അറിയിക്കുന്നിടത്താണ് എല്ലാവരും കൂടി യോജിച്ച് ഇതിനൊരു പരിഹാര നടപടിയിലേക്ക് പോകുന്നത്. അതിനെ നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് വിളിക്കും. ഇനി അതിനേക്കാൾ പ്രധാനം ഇത് നേരിട്ട് തൊട്ടനുഭവിച്ച് കണ്ടറിഞ്ഞ് ഇത് ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പെരിഫറിയിൽ നിന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞവരുടെ ഒരു മാനസിക പുനരധിവാസം എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ചുമതലയുള്ളത്.
അതിലേക്കാണ് ആദ്യം പോകേണ്ടത്. ഇന്ന് രാവിലെ മന്ത്രി റിയാസുമൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നപ്പോൾ അത്തരത്തിലൊരു സംസ്ഥാന കേന്ദ്ര സഹകരണത്തോടുകൂടി അല്ല, അതങ്ങനെ തന്നെയല്ലേ. അത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഒരു മറുപടി ആഗ്രഹിക്കാനോ പാടുണ്ടോ? അതങ്ങനെ തന്നെയല്ലേ. സംവിധാനം അങ്ങനെയാണല്ലോ, അങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്ക് ആ കണക്ക് കൃത്യമായിട്ട് എടുക്കാനൊക്കത്തില്ല. ഇപ്പം ഡൊമസ്റ്റിക് ടൂറിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലീസിന്റെ രജിസ്റ്ററിൽ 4 പേരായിരിക്കും ഒരു മുറിയിൽ. പക്ഷേ നമ്മുടെ ഒരു രാജ്യത്തിന്റെ എക്കണോമിക്സ് അനുസരിച്ച് അതിനകത്ത് 8, 10, 12 പേര് ആ മുറിയിൽ താമസിക്കും. ബാക്കിയുള്ളവരുടെ പേര്, എണ്ണം ഒന്നും പോലീസിന്റെ കയ്യിൽ കാണില്ല. അപ്പം നമ്മൾ എങ്ങനെ ഒരു കൃത്യമായ എണ്ണം നിശ്ചയിക്കും? അങ്ങനെ 10-12 പേര് കിടന്നുറങ്ങുന്ന ഒരു മുറിയിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്താൽ അയാൾക്ക് ഒരു രേഖ നൽകാൻ കഴിയും. ആ മുറിയിൽ ബാക്കി ഇത്ര പേര് കൂടി ഉണ്ടായിരുന്നു. അന്നേരമേ നമുക്കൊരു യഥാർത്ഥ കണക്ക് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ശാസ്ത്രം പോലും ഒന്ന് തല കുനിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം ചെന്നിരുന്ന് സംസാരിച്ചതിന് ശേഷം ISROയുടെ ഒരു ഡീപ്പ് സ്റ്റഡി നടത്തുന്ന റഡാസിൻ്റെ ആവശ്യമുണ്ട്. ആ റീഡേഴ്സ് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ കളക്ടറുമായിട്ടൊന്നിരുന്ന് സംസാരിക്കണം, അല്ലാതെ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അതിനുശേഷം തിരുവനന്തപുരം ആര്യനാട് പറണ്ടോട് 4 പേർ മുങ്ങി മരിച്ചു. ഒരു കുടുംബത്തിലെ 4 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ആര്യനാട് പറണ്ടോട് 4 പേർ മുങ്ങി മരിച്ച വാർത്ത ഇപ്പോൾ വരുന്ന വാർത്തയാണ്. ഒരു കുടുംബത്തിൽ തന്നെയുള്ള 4 പേരാണ് മുങ്ങി മരിച്ചതായി വരുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.